എല്ലാവർക്കും സ്റ്റീൽ ദ ഫ്ലേവറിലേക്ക് സ്വാഗതം. നമുക്ക് ബീട്രൂട്ട് പച്ചടിയുടെ റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 100 ഗ്രാം ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കണം. അതിനായിട്ട് ഞാനൊരു പീലർ ഉപയോഗിച്ചാണ് തൊലി കളയുന്നത്. ഇതിപ്പോൾ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് അരിഞ്ഞെടുക്കാം. ഒരുപാട് ഫൈനാക്കി അരിയണ്ട, ഈ ഒരു പരുവത്തിൽ അരിഞ്ഞെടുത്താൽ മതിയാവും. ഇതിനി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഒട്ടും വെള്ളം ഒഴിക്കരുത്. നമ്മൾ ചോപ്പറിലൊക്കെ അരിഞ്ഞെടുക്കുന്ന കണക്ക് വളരെ തരിതരി പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് അരച്ചെടുക്കരുത്, പൾസ് ചെയ്ത് വേണം എടുക്കാനായിട്ട്. ഇപ്പം ഞാനൊരു 4 പ്രാവശ്യം പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. ഞാനിത് ഒന്നും കൂടി ഒന്ന് പൾസ് ചെയ്തെടുക്കുകയാണ്. കുറച്ചുകൂടി ചെറുതായി വരും. ഇപ്പോൾ 2 പ്രാവശ്യം കൂടി പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു പരുവത്തിനാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് പച്ചടി റെഡിയാക്കാനുള്ള പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, ഒരു നുള്ള് പഞ്ചസാര. ഈ പഞ്ചസാര ചേർക്കുന്നത് ബീട്രൂട്ടിൻ്റെ കളറ് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതധികം സമയം എടുക്കത്തില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. കാരണം നമ്മൾ ബീട്രൂട്ട് വളരെ ചെറുതായിട്ടാണല്ലോ എടുത്തേക്കുന്നത്. ഇനി ഇത് റെഡിയാവുന്ന നേരത്തിന് നമുക്കിതിലേക്കുള്ള തേങ്ങയുടെ അരപ്പ് റെഡിയാക്കണം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലോട്ട് 1/2 കപ്പ് തേങ്ങ, 2 ചെറിയുള്ളി, 1/4 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ജീരകം. ഇനി ഇതിനകത്തോട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. ഇപ്പം നല്ല നൈസായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ബീട്രൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ബീട്രൂട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്, അതിൽ വെള്ളവും കുറേ വറ്റിയിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ തീ വളരെ കുറച്ച് വെക്കണം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഇത് തിളപ്പിക്കാൻ പാടില്ല, ഇതൊന്ന് ചൂടായി വന്നാൽ മതിയാവും. ഇപ്പോൾ ഈ പച്ചടിയുടെ ഒരു കളർ ആയിരിക്കത്തില്ല, ഇതിൽ തൈരൊക്കെ ചേർത്തിട്ട് ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു കളർ മാറിയിട്ട് നല്ലൊരു കളർ തന്നെ നമുക്ക് ഈ പച്ചടിക്ക് വരും. ഇപ്പോൾ ഈ തേങ്ങയുടെ അരപ്പ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതിനകത്തോട്ട് തൈര് ചേർത്ത് കൊടുക്കണം. ഞാനൊരു 4 ടേബിൾ സ്പൂൺ തൈര് കട്ടയെല്ലാം ഉടച്ച് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് വെച്ച് വളരെ ചെറിയ തീയിലിട്ട് ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇത് പെട്ടെന്ന് റെഡിയാവും. ഒന്ന് ചൂട് തട്ടിയാൽ മതി തൈരിനകത്തോട്ട്. തിളപ്പിക്കുകയേ ചെയ്യരുത്, തിളപ്പിച്ചാൽ അത് പിരിഞ്ഞ പോലെ കിടക്കും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ കുറുകി വേണമെങ്കിൽ തേങ്ങയിൽ വളരെ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചാൽ മതിയാവും. ഇനി ഇത് തണുക്കുമ്പോഴത്തേക്ക് ഇതൊന്നും കൂടി ഒന്ന് കുറുകി വരും. അതുപോലെ തന്നെ ഇതിൻ്റെ കളറും നല്ലൊരു ബ്രൈറ്റ് കളറായിട്ടും വരും. ഇനി ഇതിനകത്തോട്ടുള്ള താളിപ്പും കൂടി റെഡിയാക്കാം. അതിനായിട്ടൊരു പാനിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ചെറിയ ഉള്ളി, കറിവേപ്പില, വറ്റൽമുളക് ഇത്രയും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് പച്ചടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് കുറുകിയും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കളറ് മാറിയിട്ടുണ്ട്, നല്ലൊരു ബ്രൈറ്റ് കളറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ബീട്രൂട്ട് പച്ചടി ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. താങ്ക്